ഉറങ്ങിട്ടില്ല? ഉറക്കം വരുന്നില്ല? തുക്കുടു എന്തുറങ്ങാത്തേ? ഞാനോട് പറഞ്ഞിട്ട് വേഗം ഉറങ്ങണമെന്നേ. കുഞ്ഞാപ്പോച്ചൊന്ന് കടന്നുറങ്ങിക്കോലിയേ. ഹംസാജിന്റെ കുടിയിരിക്കല് പെരും കുടിയിരിക്കലാന്നാ പറഞ്ഞിട്ട് എളുപ്പം നടക്കാ ചോറ് തീരും. ചോരാനാണെങ്കിൽ പുതിയ പേരുണ്ടാക്കിയേണ്ട ആവശ്യമുണ്ടോ? ചോറ് നല്ല ചോറ് അല്ല പാത്തുവാ, ഇതെന്താ മിസൈലാ? ഉമ്മാര് ഞാൻ അന്നേ പറഞ്ഞാണ് മരക്കൊക്കെ ഒന്ന് ഉമ്മാരി സ്വാതന്ത്ര്യം കൊടുക്കരുതെന്ന്. ഒരു വേറെ തന്നെ എനിക്ക് അറിയില്ലേ? എത്ര നേരം വെച്ചിട്ട് ഇങ്ങനെ കളിച്ചു കൊടുക്കണ്ട്. ഒരു തൊയിര നടന്നില്ലാച്ചാല് ഇപ്പപ്പാന്റെ ഇന്ത്യ നടുവില് കടന്നോണ്ടിരിക്കോ തുക്കുടോ. നിക്കാമെന്നാണ്ട് ഇനിമാൻ തമ്മിൽ തെറ്റിച്ചാന്ന് കേട്ടിട്ടാ. എന്റെ പെരിയിലൊക്കെ 6 മാസം കത്തി തീരുന്ന ഗ്യാസ് അജു 1 മാസം കൊണ്ട് ഇവിടെ തീർക്കണത്. എന്നിട്ട് എനിക്ക് കാര്യം പോകുന്നു കൊള്ളാൻ പറ്റല്ലേ? തീരുന്നേ. തവള് നീർക്കോലി ഇപ്പൊ കൊണ്ടുപോണ്ട് ഒടുക്ക പോണോ? ഹംസാജിന്റെ കുടിയിരിക്കലേ എന്നോട് പറഞ്ഞിട്ടില്ലേ? ആരാ കളക്ടറാ? അടുപ്പേ കൊറേ നേരായി ചരക്കലടങ്ങിയിട്ട് മുണ്ടാതെ നിന്നാല് ചവിട്ടിക്കൂട്ടി മൂലക്കിലാക്കും ഞാന്. അടുപ്പിനോടല്ല ഇന്നോടാ പറഞ്ഞെന്നൊക്കെ എനിക്ക് മനസ്സിലായിക്കണോ? ഗുഡ് നൈറ്റ്. അനക്കുള്ള പണി ഞാൻ തരടി. ശുക്രാക്ക ഇവിടെ വരി. ആക്സിഡന്റ് ആയി തവളെ പിടിച്ചേ. ആ വലിയൊരു പേരേക്ക് പൊറാട്ട അച്ഛനെ മേശങ്ങൾ സമ്മാനം കൊണ്ടേ കൊടുക്കണ്ട്. എനിക്ക് മനസ്സിലായില്ലേ പൈച്ചൂണ്ട്. എന്താണ് ഇങ്ങനെ പെങ്ങൾ പറഞ്ഞ ഓരോ വർത്താനത്തിന് ആദ്യത്തെ നിങ്ങൾക്കാരാ രാത്രി കഴിച്ചു ചക്കക്കുരു വെറുതെ റിസ്ക് ഉന്നാർപ്പിച്ച് ചുട്ട് പൊള്ള ആ ഫാനോ കഴിച്ചു എത്തേലൊക്കെ ഇട്ടുടങ്ങൊക്കെ ഞാൻ കാണിച്ചു തരാം. എന്റെ മൂച്ചിപ്പിലാന്ന് മാറൂല. എന്ത് പൊറാട്ട പൊറാട്ടന്റെ കാര്യല്ല മേസന്റെ കാര്യം പറയണ്ടതേ. ദോശയാണ് അത് അന്ന് അതായാലും മതി. കൊണ്ടുവരും പണ്ടാറും വിറകുമില് കൊള്ളണില്ല. പൈസ ഉണ്ടോ കറണ്ട് ബില്ലടക്കാന്? നജ്ജ് പൈസ ഉണ്ടാക്കിയിട്ട് അന്ന് മണി ഇട്ടോണ്ടു. അപ്പൊ തൽക്കാലം എങ്ങനെ നടക്കേ? പഠിച്ചോനെ നല്ലൊരു വിറകെടുത്താണ്ടാ കൊത്തുന്നത്. ഈ മുട്ടിയൊക്കെ എടുത്താണ് കൊത്തിയാണ് കത്തിച്ചൂടെ? നിങ്ങളൊരു മുട്ടി ഞാനൊരു ചേർപ്പുളിയെങ്കിൽ എടുത്ത് കത്തിച്ചട്ടെ. കുടിയിരിപ്പിന് പോവാ ചങ്ങായേ. അത് ഞാൻ പറഞ്ഞോളാം. നിങ്ങൾ പാറിക്കേ ഉൾജോടെ അത്ര വലിയ പേരാണോ എന്റെ? പൊളിയാ, അത് പരിസരകാലത്ത് എടുത്തച്ചാണ്. ഇന്ന് കെട്ടിക്കൊടുന്നാണ് തുടങ്ങിയിരിക്കുന്നത്. വരസകാലത്ത് കിടത്തക്കല്ലേ എന്നൊരു കാര്യം ചെയ്ത് ഒന്നായിട്ട് മ്യൂസിയത്തിൽ കൊണ്ടുവച്ചാൽ ഇന്ന് നാട്ടുകാരെങ്കിലും കാണുമല്ലോ. എന്നാ ഗ്യാസ് ഉണ്ടായത് ഇന്നൊക്കെ കെട്ടിച്ചോട് തന്നെ ഞങ്ങൾ എല്ലാ സാധനങ്ങളും അടുപ്പിൽ വെച്ചുണ്ടാക്കിനി. ഇനി 2 മാസമാവും ഗ്യാസ് കിട്ടാന്. അടുപ്പിലാണ്ട് ഇരുന്ന് മൂതിക്കൂടെ? അമ്മ ഞാൻ അത്ര കച്ചവടം തുടങ്ങിയോ? ഇങ്ങോട്ട് മാറിക്ക അവിടുന്ന്. ആ തവളെ അലാക്കിന്റെ പെരയാണ്. ഈ സാധനം കൊണ്ടിരിക്കും മാനം കൊടും. മാനും വരുമോ? എവിടേക്ക്? എന്റെ പെരീക്ക് പോവാണ്. എന്റെ ഉമ്മാക്ക് തീരെ വെജ്ജ. ഞാൻ 2 മാസം കണ്ട് ഇനി വരുള്ളൂ. ആ ഗ്യാസ് തീർന്ന പല ഉമ്മാനെ ഗ്യാസും തീർന്നില്ലേ? ഓരോ കള്ളത്തരം കൊണ്ട് വന്നിക്ക. എന്താ കാട്ടുണ്ട്? എത്രതൊക്കെ എന്താ എന്താണെന്ന്? ഞാൻ ബാംഗ്ലൂര് പോയി പഠിച്ചപ്പോ എനിക്കൊരു പണി കിട്ടി. അപ്പൊ ഞാൻ കൊറേ പൈസ ഉണ്ടാക്കിയായി. ഞാൻ അങ്ങനെ ഓള് മുണ്ടാണ്ടാണ് കുത്തിർന്നോ? ശുക്രാക്ക എന്താണ് ഞാൻ കാരണം ഗ്യാസ് തരുന്നത് ഞാൻ മാത്രം ഇവിടെ മുണുങ്ങണത്. കുടിയിരിപ്പിന് ആരായിരുന്നു? ഓനല്ലേ പറഞ്ഞ മാനും വരുന്നേ. മാനം കെടുന്നേ. അത് നമ്മൾ ഉടുതുണില്ലാതെ പോണേ. പൊട്ടിച്ചല്ല ആകെ കുറച്ച്. സ്വപ്നം കണ്ടാണ് കിട്ടിയ കായ് മൊയ് വന്നിട്ട് ഇന്റെ ലോക്കറിന്റെ ഉള്ളിൽ കാത്തിരിക്കണു. അനക്ക് അങ്ങനെ പഠിച്ചാൻ താല്പര്യം. അല്ല മോളെ കൊടുക്ക ഓരോ വേണേ കൊണ്ടേക്ക് തരാ. എത്ര മുണ്ടാത്ത് ഞാൻ അമ്മാട് പോയി പറടാ. അങ്ങനെ എല്ലാം ഉമ്മാനോട് പോയി പറയാൻ പറ്റുമോ? നിങ്ങൾ രണ്ടര സ്വഭാവം കണ്ടാ കൊണ്ടുപോകാനുള്ളതേ. വേറെ ഇപ്പൊ ഞാൻ എന്താ കൊണ്ടുപോവാ? എന്ത് മുട്ടായി ചോറുണ്ടോ ഒഴുകണവിടെ? മുട്ട മുണിഞ്ഞോ? തന്നെ റഹ്മാനും പെങ്ങളെ തിരിച്ചറിയാൻ പറ്റാത്തനാണെന്ന്. നോക്കാ എന്റെ വർത്താനം നിർത്തിക്കോട്ടാ. ജോർക്ക് പറഞ്ഞു കേറിപ്പോണു. എനിക്ക് എന്തായാലും തല്ലാറിയാണ്ടൊന്നുമില്ല. ഇന്റെ കൈ നാറും. പിന്നെ പോലീസിലെ പറഞ്ഞാ പോരെ? ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ഡിഗ്രിക്ക് എനിക്ക് ബാംഗ്ലൂര് പോയി ചേർത്തത്. നിങ്ങൾ അയച്ചോ? അയക്കണു. ഇസ്തിരിപ്പെട്ടി ഇടാത്ത നന്നായി. കംപ്ലൈന്റ് ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. അങ്ങനെ ഇന്റെ ഓസക്ക് പോയിക്കാണ് നിങ്ങളോട് ബിരിയാണി നക്കണ്ട. ഈ എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതൊക്കെ വെറും പീറ പെണ്ണാടി. ഞാൻ പീറാണെങ്കിൽ ഇത് വെറും കൂറാണടാ. വെറും കൂറ. ചോറെന്താ വെച്ചോളാ ചോദിച്ചിട്ടേ. എത്ര വെച്ചിക്കണേ? കുട്ടൻ ബിരിയാണി വെച്ചക്കണെങ്കിലേ സാധനം കൊണ്ടായ മുതലാവുള്ളൂ. ഇതന്നെ ഇപ്പൊ പെരീത്തെടുത്തോണ്ടാ. ഇതെന്തായാലും കൊണ്ടാണ്ട. ഇവിടുത്തെ കിടില സാധനം ഞങ്ങൾ ആ തളന് ബാക്കിയിട്ട് ബാ ഓടി. എവിടെ സാധനം? തട്ടിക്കുണ്ടേനി ആ പൈസ. കുത്താൻ കുത്തിയാണ്ടല്ലോ. ചെന്നെ ബംഗ്ലാദേശ് കൊണ്ടുപോയി ചേർക്കാൻ കമ്പല്ലായി അല്ല അല്ല ബാംഗ്ലൂര്. അതിന് അവിടെ അഡ്മിഷൻ കിട്ടാൻ. ജി വീട്ടിൽ കണ്ടു പോട്ടോ. അനക്ക് ഞാൻ കാണിച്ചു തരാം. ചെന്റെ ഒരു ചെങ്ങായിമാരും. എന്താണ്
അതിന്റെ തമ്പുരാനെ എന്താണ് ഇപ്പൊ ഞാൻ പേരിക്ക് പറ്റിയ ഒരു സാധനം കൊണ്ടുപോവാ തലമക്ക് കുത്തുക കുത്തുക പെങ്ങളാടാ എന്താടാ പണി അണ്ണാക്ക് കിട്ടിയാ പണ്ടൊക്കെ ദൈവം പിന്നെ പിന്നെ ഇപ്പൊ സ്പോട്ടിൽ അജന്തേ ഓടൊന്നും പറയണില്ലേ പറയടാ ഞാനാണ് നിനക്കേ ഇതൊരു കാര്യം ചെയ്യാ നമ്മള് ചെറുപ്പളശ്ശേരി മഞ്ചക്കല്ലില് പുതിയൊരു ഫർണിച്ചർ കട തുടങ്ങിയിട്ടുണ്ട്. ഒരു മാസം വരെ നല്ല ചെലവിനല്ലേ രണ്ടാളും കൂടി പറയോട് കൊഞ്ച് പറടാ എന്തടാ എന്റെ 3 നില കിണ്ടി കോടിയമാർക്ക് എനിക്കൊന്നും പറയല്ലേ നല്ല പണിയാണ്. ആരാ പറഞ്ഞേ ആ പെരിന്തൽമണ്ണുള്ള എഡു ഹോപ്പിക്ക് പോയാൽ മതി. എല്ലാ സ്ഥലത്തേക്കുള്ള അഡ്മിഷൻ ഓരോരുത്തർ കൊടുക്കുന്നുണ്ട്. ഈ കിടക്കപ്പായെന്ന് ഞാൻ തോന്നാൻ പോയാ എനിക്ക് എന്റെ പെങ്ങളാന്ന് പറഞ്ഞപ്പോ എനിക്ക് വേദനിച്ചില്ല അതേ മറിക്കണി എനിക്കും എന്റെ പെരയില് ബാപ്പി ആങ്ങളൊക്കെ ഉണ്ടടാ ഓൽക്കും വേദനിച്ചും ആണുങ്ങൾ എന്ന് പറഞ്ഞാൽ ഓഫറിലാണ് ഒരു സാധനങ്ങളൊക്കെ കൊടുക്കുന്നത്. ഏതാ കട? ന്യൂ വിശ്വാസ് ഫർണിച്ചർ. നിങ്ങൾക്ക് തന്നെ തമ്മിൽ വിശ്വാസം ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പോവില്ല. അങ്ങനെ നാളെ രാവിലെ ഒന്ന് അന്വേഷിച്ചാ പോരെ. പറ്റൂല, ഇപ്പൊ പോണം. ഈ നട്ടമാരാക്കോ അല്ല നേരം പഠിച്ചിട്ട് പോവാ. ആ പെണ്ണുങ്ങളെ സംരക്ഷിക്കണം വേണ്ടിയത് അല്ലാതെ ഇതേ മറിക്ക് ചെറ്റത്തരം കാട്ടലല്ല ഇനിയെങ്കിലും പഠിച്ചാ നോക്കേ ഇവിടത്തെ നനവ് ആകെ നേരത്തെ അടിയിൽ പോയത് കാരണം കറക്കവിടെ വിശ്വാസം ഇല്ലാന്നല്ല പറഞ്ഞു. മാത്രമേ കൊണ്ടേ ചേർക്കുള്ളൂ. എത്തിക്ക് നിങ്ങൾ പറഞ്ഞിട്ട് ഒന്നും ഉണ്ടാക്കി. പിന്നെ ഓല് പറഞ്ഞ മാത്രം ഇങ്ങനെ കേൾക്കുക. നമുക്ക് എന്തെങ്കിലും പറയാം. അതത്ര മതി. ഇന്ന് പോയോ? ഞാൻ പോവാന്നാല്. വിശ്വാസം അതല്ലല്ലോ. ചെങ്കള നമ്മൾ ഇപ്പൊ ഉള്ളത് ചെറുപ്പളശ്ശേരി മഞ്ചക്കല്ലുള്ള ന്യൂ വിശ്വാസ്